കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ആദ്യത്തെ ULR ഫ്ലൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ തോട്ട്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താവും അറിയില്ല, എങ്ങനെയാവും എന്നറിയില്ല, പേടിച്ചിട്ട് മനസ്സോടെയാണ് ഞാൻ ആ ഫ്ലൈറ്റിന് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ പേടിച്ചതൊക്കെ വെറുതെ ആയിരുന്നടോ. നമുക്കൊരു ULR ഫ്ലൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് മിനിമം 2 ഡേയ്സ് റെസ്റ്റ് തരാറുണ്ട് കമ്പനി. ആ ULR ഫ്ലൈറ്റിൻ്റെ ഇടയിലും ഒരു 4 മണിക്കൂർ റെസ്റ്റ്. അതും എയർബസ് 350 എയർക്രാഫ്റ്റിൻ്റെ ബങ്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പില്ലോവും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ കൂടെ സുഖമായിട്ട് 4 മണിക്കൂർ കിടന്നുറങ്ങാം. അതും കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്താൽ പുതിയൊരു കൺട്രി, അതും ഞാൻ പോയത് കാനഡയിലും, അവിടെ ഒരു 24 മണിക്കൂർ റെസ്റ്റ്. അതും കഴിഞ്ഞ് തിരിച്ച് വരുന്ന കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒരു 2 ഡേയ്സ് റെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേര് 14-15 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടൊക്കെ തന്നെ ഒരു എയർലൈന് ബുക്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കമ്പനി സ്റ്റാഫിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുതിർന്നവർ പറഞ്ഞു കേട്ടത് വിശ്വസിക്കാതെ എല്ലാം അനുഭവിച്ചറിയണം എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്, ഒരു 14 മണിക്കൂർ ഫ്ലൈറ്റിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് എനിക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ആ ഫ്ലൈറ്റ് ശരിക്കും പോകത്തായിരുന്നു. ഇനി ഒരു 14 hours ഫ്ലൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ഇതുപോലുള്ള എൻ്റെ കുറേ ഫ്ലൈറ്റിലെ വിശേഷങ്ങളും എക്സ്പീരിയൻസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇപ്പം ഞാൻ